മധ്യപൂർവ്വ ദേശത്ത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കയുടെ നീക്കങ്ങൾ യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിനെ സൈനികമായി സഹായിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. നിലവിൽ അമേരിക്കൻ സൈന്യം സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഇറാനുമേലുള്ള അവകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കാനായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഉൾപ്പെട്ടാൽ അത് വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന ഭയവും പാശ്ചാത്യ രാജ്യങ്ങൾക്കടക്കം തന്നെ സൃഷ്ടിക്കുന്നുമുണ്ട്. ഇറാൻ നിരപരാധികം കീഴടങ്ങണമെന്ന സാമൂഹ്യ മാധ്യമത്തിലെ ട്രംപിന്റെ ആഹ്വാനവും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അമേരിക്കൻ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നാവികസേനയുടെ ഭാഗമായ USS നിമിറ്റ്സ് എന്ന വിമാനവാഹി കപ്പൽ കഴിഞ്ഞ ദിവസം തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും സംഘർഷ മേഖലയിലേക്കും പുറപ്പെട്ടിരുന്നു. വിയറ്റ്നാമിൽ കപ്പലിനുള്ളിൽ നടക്കാനിരുന്ന സ്വീകരണ പരിപാടി റദ്ദാക്കിയാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി USS നിമിറ്റ് നീങ്ങുന്നത്. 5000 സൈനികരെയും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 60ലധികം വിമാനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിമിറ്റ്സ് US നാവികസേനയുടെ ഏറ്റവും പ്രബലമായ യുദ്ധക്കപ്പലാണ്. ഇതുകൂടാതെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ വെളിപ്പെടുത്താത്ത പല താവളങ്ങളും വിന്യസിപ്പിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയുടെ ക്ഷമ കുറഞ്ഞു വരികയാണെന്നും ഇറാൻ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രമായ ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് ആക്രമണത്തിനുള്ള ശേഷി നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രം ആക്രമിക്കാൻ US-ന്റെ GBU-57 ബോംബിന് കഴിയും. 13,600 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബ് ഭൂമിക്കടിയിലെ ആഴത്തിൽ അതായത് 200 അടി വരെ തുളച്ചു കയറി വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അമേരിക്കൻ ആയുധ ശേഖരണത്തിൽ ഏറ്റവും ഭാരം കൂടിയ ബോംബാണ് ഇത് എന്നത് മറ്റൊരു പ്രത്യേകതയായി കാണേണ്ടതാണ്. B-2 സ്പിരിറ്റ് സെറ്റ് ബോംബ് വിമാനം ഉപയോഗിച്ച് മാത്രമേ GBU-57 വീഴ്ത്താൻ കഴിയൂ. നിലവിലെ സംഘർഷ മേഖലയിലേക്ക് B-2 വിമാനങ്ങൾ വിന്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകുന്നില്ല. ഇസ്രായേലിനെ US നേരിട്ട് പിന്തുണച്ചാൽ B-2 സ്പിരിറ്റ് ബോംബ് വിന്യസിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന സൂചനകൾ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യോമ നാവികസേന അതീവ ജാഗ്രതയിൽ സംഘർഷ മേഖലയിൽ വ്യോമ സാന്നിധ്യവും പെന്റഗൺ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള വെളിപ്പെടുത്താത്ത താവളങ്ങളിൽ അമേരിക്ക യുദ്ധവിമാനങ്ങൾ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ വിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിട്ടില്ലെന്നും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വരുന്ന ഇറാനിയൻ മിസൈലുകൾ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. US നാവികസേനയുടെ സാന്നിധ്യവും ശക്തമാണ്. ചെങ്കടൽ, പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ, അതുപോലെ തന്നെ ബാൾട്ടിക് കടൽ എന്നിവിടങ്ങളിൽ USS ദി സള്ളിവൻസ്, USS ദി തോമസ്, USS ദി ആർലിബർഗ് എന്നീ USS യുദ്ധക്കപ്പലുകളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യോമാക്രമണം രൂക്ഷമായി തുടർന്നു. ഇറാൻ തലസ്ഥാനത്തിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇസ്രായേലുമായുള്ള യുദ്ധം കടുക്കവേ തന്ത്രം മാറ്റിയിരിക്കുകയാണ് ഇറാന്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം നിലനിൽക്കുന്ന ഇറാൻ എങ്ങനെയാണ് എണ്ണ കൂടുതൽ കയറ്റുമതി ചെയ്യുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനിടെ ഇറാൻ അതിർത്തിയോട് ചേർന്ന് മേഖലയിൽ നിന്നും 3 വിമാനങ്ങൾ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. ചൈനയിൽ നിന്നും ആയുധങ്ങളുമായി എത്തിയ വിമാനങ്ങളാണ് ഇത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യമാണ് ചൈന. ഇവർ ഇറാനെ രഹസ്യമായി സഹായിച്ചേക്കുമെന്ന അഭിപ്രായങ്ങൾ ഉയരവെയാണ് വിമാനങ്ങൾ സംബന്ധിച്ച വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാനെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതി വർദ്ധിച്ചു എന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. എണ്ണക്കപ്പലുകളുടെ യാത്ര നിരീക്ഷിക്കുന്ന ട്രാക്കർ ഡ്രോൺ കോമിന്റെ ഡാറ്റ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. എണ്ണ കയറ്റുമതി ഇറാൻ 44% വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് യുദ്ധ സാഹചര്യത്തിൽ പരമാവധി വരുമാനം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് സൂചന. ഏതാനും ദിവസമായി ഓരോ ദിവസവും ഇറാൻ 23.3 ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ടത്രേ. കഴിഞ്ഞ ഒരു വർഷത്തെ എണ്ണ കയറ്റുമതി പരിശോധിച്ചാൽ ജൂൺ 13 ശേഷം 44% വർദ്ധിച്ചുവെന്നും പറയുന്നു. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ വേളയിൽ ക്രൂഡ് ഓയിൽ വലിയ തോതിലാണ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഉയർന്ന തോത് കുറയുകയാണ് ചെയ്തത്. ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ
ഇറാന്റെ വർദ്ധിച്ച കയറ്റുമതിയാണ്. ഇറാന്റെ എണ്ണയുടെ പകുതിയിലധികവും ചൈനയിലാണ് വാങ്ങുന്നത്. ചൈനയിലെ സ്വകാര്യ കമ്പനികൾ ആണത്രേ എണ്ണ വാങ്ങിക്കൂട്ടുന്നത്. പകരം ചൈനയുടെ ഭക്ഷ്യവസ്തുക്കളും മറ്റും ഇറാൻ നൽകുകയും ചെയ്യുന്നുണ്ട്. ചൈനയുടെ 3 വിമാനം എവിടെ പോയി എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. എണ്ണ കയറ്റുമതി കേന്ദ്രം ഇതുവരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുമില്ല. അങ്ങനെ സംഭവിച്ചാൽ എണ്ണവില വർദ്ധിച്ചേക്കും. ബാർക്ക് ദ്വീപുകളുള്ള ടെർമിനൽ നിന്നാണ് ഇറാൻ പ്രധാനമായും എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. തൊട്ടടുത്താണ് ഹോർമൂസ് കടലിടുക്കും. യുദ്ധം ശക്തമായാൽ ഹോർമൂസ് വഴിയുള്ള ചരക്ക് കടത്ത് തടയുമെന്നും ഇറാൻ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എണ്ണവില വർദ്ധിക്കുകയാണ് ചെയ്യുക.